ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഏലിയ പ്രവാചകനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഏലിയ ആ പ്രദേശത്ത് മഴ പെയ്യ്ക്കാതിരുന്നത് എന്ന് നമ്മൾ കാണണം. യൂദായുടെ രാജാവായ ആസായുടെ 38-ാം ഭരണവർഷത്തിൽ സമറിയായിൽ അഹാബ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിനെ ഭരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ഭരിക്കുകയാണ്. അവന് 22 വർഷക്കാലം ഭരണം തുടർന്നു. അവൻ്റെ മുൻഗാമികളെക്കാൾ അധികമായി കർത്താവിനെതിരെ പാപം ചെയ്തു. അവൻ നെബാത്തിൻ്റെ മകനായ ജെറോബാമിൻ്റെ പാവങ്ങളിൽ മുഴുകിയത് പോരാഞ്ഞിട്ട് അവൻ യദ്ബാലിൻ്റെ മകളായ ജസബലിനെ വിവാഹം ചെയ്തു. അവൻ ബാൽദേവനെ ആരാധിച്ചു. വീണ്ടും താൻ പണിയിച്ച ബാൽദേവൻ്റെ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ബലിപീഠം പണിതു. അഷേരായുടെ ഒരു പ്രതിഷ്ഠയും അവനോട് സ്ഥാപിച്ചു. അവൻ്റെ മുൻഗാമികളെക്കാൾ അധികമായി ദൈവത്തിന് മുൻപിൽ അവൻ പാപം ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ കാലത്താണ് ബഥേലിൽ ജെറീക്കോ സ്ഥാപിക്കപ്പെട്ടത്. ജെറീക്കോ ഹിയലാണ് ബഥേലിൽ ജെറീക്കോയ്ക്ക് അടിസ്ഥാനമിടുകയും അത് പണിയെടുപ്പിക്കുകയും ചെയ്തത്. ഹിയൽ അടിസ്ഥാനമിട്ടപ്പോൾ, നഗരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അവൻ്റെ മൂത്ത മകനും കവാടം സ്ഥാപിച്ചപ്പോൾ അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന തകർച്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സമറിയായിൽ മഴ പെയ്യാതെ, മഞ്ഞും മഴയും പെയ്യാതെ ജനം മുഴുവൻ കഷ്ടപ്പെടുകയാണ്. രാജാവിൻ്റെ നെറുകേട്, രാജാവിൻ്റെ അംഗങ്ങളും അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങളുമെല്ലാം ക്ലേശം അനുഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയായെ ദൈവം അങ്ങോട്ട് അയക്കുന്നത്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കാതെ മറ്റ് വിഗ്രഹങ്ങളെയോ നീ ആരാധിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിബന്ധങ്ങളും ഉണ്ടാകും നമ്മൾ കാണുകയാണ്. നമ്മൾ കണ്ടു, ഹിയലിൻ്റെ നഗരം പണിതപ്പോൾ, ജെറീക്കോ പണിതപ്പോൾ അവൻ്റെ മൂത്ത മകനും കവാടം പണിതപ്പോൾ ഇളയ മകനും നഷ്ടപ്പെട്ടത്. ദൈവത്തിന് ക്രോധമല്ല, ദൈവത്തിൽ നാം അകലുമ്പോൾ നമ്മുടെ മേൽ തിന്മ പിടിമുറുക്കുകയാണ്. സ്വാർത്ഥ താല്പര്യവും
ഒരുപക്ഷെ നമുക്ക് സഭയിൽ നിന്ന് ഉണ്ടാകുന്ന ചില വേദനകളും നമ്മളെ ഭരിക്കുമ്പോൾ സഭയിൽ നിന്ന് അകലാനുള്ള ഒരു കാര്യം നമുക്കുണ്ടായിരുന്നിരിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്. നമ്മളെ ആരെല്ലാം വേദനിപ്പിച്ചാലും ദൈവം ഇരുകൈയോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോഴേ ദൈവം നിന്നെ അറിഞ്ഞു. ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ചോദിക്കാതെ തന്നെ ദൈവം നിന്റെ കാര്യങ്ങളെല്ലാം നിന്നെ നയിക്കുന്നുണ്ട്. നിനക്ക് വിദ്യാഭ്യാസം നൽകി, നിനക്ക് ജോലി നൽകി, നല്ല സമ്പത്ത് നൽകി, നിനക്ക് ഭവനം നൽകി, ജീവിത പങ്കാളിയെ നൽകി. അങ്ങനെ നയിക്കുമ്പോൾ ഓർക്കണം, നീ ദൈവത്തെ അന്വേഷിക്കുന്നില്ലെങ്കിലും ദൈവം നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ദൈവത്തെ നീ തള്ളിപ്പറയുമ്പോൾ നിനക്ക് പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. നമ്മളിവിടെ കാണുന്നതാണ്, താൻ നിർമ്മിച്ച ബാൽക്ഷേത്രത്തിന് ബാലിന് ബലിപീഠം സ്ഥാപിച്ചു. അവൻ ബാലിനെ ആരാധിച്ചു. അക്ഷരാദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടാക്കി. പ്രിയ സഹോദരങ്ങളെ, അക്കാലത്ത് ബഥേലിൽ ഹിയലിൻ്റെ മൂത്ത മകനും ഇളയ മകനും നഷ്ടപ്പെട്ടു. ഇവയെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ദൈവത്തെ പ്രകോപിപ്പിക്കുകയോ ദൈവത്തിനെതിരെയോ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾക്ക് ത്രിയേക ദൈവത്തെ മാത്രം ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവത്തെ മാത്രം ആരാധിക്കാം. സഭയിലെ പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും രക്തസാക്ഷികളെയും നമുക്ക് വണങ്ങാം. പരിശുദ്ധ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്കേവർക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചിന്നമ്മ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. ആ സഹോദരിക്ക് മൂത്രത്തിൽ കല്ലുണ്ട്. അതുപോലെ തന്നെ രക്തം പാസ് ചെയ്യാൻ വേണ്ടി ഞരമ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം പാസ് ചെയ്യുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാലിനും കൈക്കും വേദനയുണ്ട്, ഓർമ്മക്കുറവുണ്ട്. ആ സഹോദരിയെ ഈശോയിൽ നിന്ന് തൊടണമേ. ആ സഹോദരിക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.